ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശബ്ദമൊന്നും ശരിയായിട്ടില്ല. ചുമ കുറേ നാളായി. ചുമ നമ്മുടെ നാട്ടിൽ കുറേ പേർക്കൊക്കെ ചുമ തന്നീന്. അത് എത്ര ഡോക്ടറെ കാണിച്ചിട്ടും മാറണില്ല. ഇനി അത് തനിയെ മാറണം. അതുകൊണ്ട് ശബ്ദമൊന്നും ശരിയല്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെടി വെക്കുന്നതും അതേപോലത്തെ 10 ചെടിച്ചട്ടി ഒന്നിച്ച് വെക്കുന്നതും ഒരു പ്രത്യേക ഭംഗിന് കാണാം. രണ്ടും രണ്ട് ഭംഗിന്. അപ്പോൾ ഒരേ ചെടി ഒന്നിച്ച് വെച്ചാലത്തെ ഭംഗി എങ്ങനെയുണ്ടെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത്. പിന്നെ ഇതെൻ്റെ താമരക്കുളം. ഇതിൽ കുറച്ച് ആമ്പലും താമരയൊക്കെ ഇപ്പോൾ ആദ്യം റീസെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പൂക്കളൊക്കെ വളരെ കുറവാണ്. കുറച്ച് അക്വേറിയം ഫിഷ് കാണാൻ പറ്റും ഇതിൽ, അലങ്കാര മത്സ്യങ്ങളെ. നമുക്ക് ഇവർക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. എത്ര സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെയൊക്കെ വന്ന് നിന്ന് അവരെയൊക്കെ കാണുമ്പോൾ, തോട്ടത്തിൽ ഇറങ്ങി നിന്ന് ഇവരെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, മീനുകളായാലും ചെടികളായാലും ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളെല്ലാം നമ്മുടെ വിഷമങ്ങളും മറക്കും തോട്ടത്തിലിറങ്ങി ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ. കണ്ട ആമ്പലിപ്പോൾ കുളത്തിൽ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മൊട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പൂക്കളൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യം വീഡിയോ ചെയ്യാട്ടാ. ഇത് പെൻഡാസ് എന്ന് പറയുന്ന ചെടീന്. അപ്പോൾ ഇതിൻ്റെ ഒരു 5 കളറ് ഒന്നിച്ചാണ് ഇപ്പം ഞാൻ വെച്ചു കൊടുത്തിരിക്കുന്നത്. കണ്ട, ഇത് പിങ്ക് കളറ്, റെഡ്, നല്ല ഒരു ഡാർക്ക് റെഡാണ്. പിന്നെ ഇത് വൈറ്റ്, ഇത് പ്യുവർ വൈറ്റാണ്. ഇതിൻ്റെ തന്നെ ഓഫ് വൈറ്റ് ഉണ്ട്. ഓഫ് വൈറ്റ് എൻ്റെ കയ്യിലില്ല ഇപ്പോൾ, വൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ള കളറ് ലെവൻഡർ. 2 കളറുണ്ട്. ഇത് ലൈറ്റ് കളറും ഉണ്ട്, ഡാർക്ക് കളറും ഉണ്ട്. അങ്ങനെ 5 കളറ് പെൻഡാസാണ് ഒന്നിച്ച് നമ്മളിപ്പോൾ ഇതിൽ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ള. കണ്ട, ഒരേപോലത്തെ ചെടി ഒന്നിച്ച് വെക്കുമ്പോഴത്തെ ഒരു ഭംഗി, ഒരു പ്രത്യേക ഭംഗിന് കേട്ടോ. ഒരേപോലത്തെ ചെടികൾ നമ്മൾ ഒന്നിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൂന്തോട്ടം കാണാനായിട്ട് നല്ല ഭംഗിന്. അടുത്തത് തന്നെയാണ് എപ്പീഷ്യ എന്ന് പറയുന്ന ചെടീന്. ഇത് ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. പൂക്കൾ റെഡും പിങ്കും വൈറ്റും യെല്ലോ ഒക്കെ ഉണ്ടെങ്കിലും ലീഫിന് വ്യത്യാസമുണ്ട്. ലീഫിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഒരേപോലത്തെ ചെടീന് ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് മഞ്ഞ എപ്പീഷ്യ, ഇത് വൈറ്റ്. വൈറ്റിൻ്റെ ഉള്ളിലൊരു പർപ്പിൾ ഷെയ്ഡ് വരും കേട്ടോ അതിൻ്റെ പൂവിന്. ഇതൊക്കെ റെഡ് ഫ്ലവർ വരുന്നതാണ്. കണ്ട, ഇലകൾക്കാണ് ഭംഗി. പൂക്കളെക്കാളും ഭംഗി എപ്പീഷ്യയുടെ ഇലകൾക്കാണ് ഭംഗി. പൂക്കൾ ചെറിയ ചെറിയ കൊച്ചു പൂക്കൾ, അതിലൊരു ഭംഗി തന്നെയാണ്. പിന്നെ ഈ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിന് കുറച്ച് വലിപ്പവും കൂടുതലാണ്. അതിൻ്റെ ആ ഒരു ഡിസൈനും വ്യത്യാസമുണ്ട്. ഇത് പിന്നെ സാധാരണ എല്ലാവരുടെ കയ്യിലും കാണുന്ന ഒരു എപ്പീഷ്യന്, പച്ചയും പിങ്കും ആയിട്ട്. അപ്പോൾ ഇതിങ്ങനെ എപ്പീഷ്യ ഹാങ്ങിങ്സ് ആയിട്ട് ഒരു സൈഡിൽ മുഴുവൻ ഞാൻ ഇതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എപ്പീഷ്യ ഇത് ടയറിൽ വെച്ച് കൊടുത്തിരിക്കുന്ന എപ്പീഷ്യന്. ഇത് ഗാർഡനിൽ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഈ എപ്പീഷ്യയൊക്കെ ഇതെങ്ങനെയാണ് നമ്മൾ ടയറിൽ സെറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് റിയോ പ്ലാന്റാണ്. റിയോ പ്ലാന്റും ഇതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നതാണ്. ഒരു സൈഡ് മൊത്തം റിയോ പ്ലാന്റാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. റിയോ പ്ലാന്റ് എൻ്റെ കയ്യിൽ 3 വെറൈറ്റി ഉണ്ട്. റിയോ പ്ലാന്റ് 3 വെറൈറ്റി തന്നെയുള്ളൂ. ആ 3 വെറൈറ്റിയും എൻ്റെ കയ്യിലുണ്ട്. കണ്ട, ഒന്ന് ഗ്രീനും പർപ്പിളും, ഇത് യെല്ലോ. ഇത് യെല്ലോൻ്റെ താഴ്ഭാഗം പർപ്പിളാണ്. ഇതൊരു ഷെയ്ഡ് ആയിട്ടുള്ള, അതും ഒരു ലൈൻ വരുന്ന ഒരു ഡിസൈനാണ്. അങ്ങനെ ഇത് മഞ്ഞ. അങ്ങനെ 3 വെറൈറ്റി റിയോ പ്ലാന്റാണ് കണ്ടിട്ടുള്ളത്. അത് 3ഉം എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട്. അപ്പോൾ ഒരു ഏരിയ മൊത്തം നമ്മൾ റിയോ പ്ലാന്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അരേലിയ പ്ലാന്റാണ്, മിനിയേച്ചർ ടൈപ്പ് അരേലിന്. ഇത് ഒരു സൈഡ് മൊത്തം ഈ അരേലിയ പ്ലാന്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചെറിയ പൊടി പൊടിയായിട്ടുള്ള ഇലകളും ഉണ്ട്, കുറച്ച് വലിയ ഇലകളും. കണ്ട, ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ കുറച്ചൊരു വലിയ ഇലയിന് കണ്ട,
കുറച്ചൊരു വലിയ ഇല. ഇത് ഭയങ്കര ചെറിയ കൊച്ചു കൊച്ചു ഇലകളാണ്. അങ്ങനെ 2 ടൈപ്പ് അരളീന് നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മിനിയേച്ചർ ടൈപ്പ് അരളിയ കുറേ വെറൈറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഗോൾഡൻ കളർ അരളിയ, ഗ്രീൻ കളർ ബോൾ അരളിയ ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ മറ്റേ 10 മണി ചെടി എന്ന് പറയില്ലേ, പേഴ്സലാക്കാന്ന് പറയുന്ന ചെടീന് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും ഒരു 5-6 കളറുണ്ട്. പൂവിട്ട് തുടങ്ങിയിട്ടില്ല. ഒരു 3-4 ചട്ടിയിലാകെ പൂവുള്ളോ. ഇനി വൈറ്റ് ഇതൊക്കെ വരാണ്ട്. ഇത് മഞ്ഞ. അപ്പോൾ ഇത് നമ്മൾ ബ്രഹ്മിച്ചെടി എന്ന് പറയുന്ന ചെടീന് വെച്ച് കൊടുത്തിരിക്കുന്നത്. അടുത്തത് സ്നേക്ക് പ്ലാന്റ് ഒരു ലൈൻ മൊത്തം നമ്മൾ സ്നേക്ക് പ്ലാന്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പല വെറൈറ്റിയിലുള്ള സ്നേക്ക് പ്ലാന്റാണ് കേട്ടോ. ഇത് മിനിയേച്ചർ ടൈപ്പും ഉണ്ട്. ഇതൊരു മിനിയേച്ചർ ടൈപ്പ് സ്നേക്ക് പ്ലാന്റാണ്. ഇത് പിന്നെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നതാണ്. ഇതൊരു വെറൈറ്റി സ്നേക്ക് പ്ലാന്റാണ്. സിലിണ്ടർ ടൈപ്പ് എന്ന് പറയും. അങ്ങനത്തെ ഒരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റാണ്. ഇതും ഒരു മിനിയേച്ചറാണ് സ്നേക്ക് പ്ലാന്റ്. അങ്ങനെ ഒരു സൈഡ് മൊത്തം ലൈനായിട്ട് നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റ് മാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇത് അഗ്ലോണിമാര കളക്ഷൻ വരുന്നത്. അഗ്ലോണിമാര വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഓരോന്നും ഡീറ്റെയിലായി കാണിച്ചിട്ടുണ്ട്. അഗ്ലോണിമാര പ്രൊപ്പഗേഷനൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്, പോട്ടിംഗ് മിക്സും ഒക്കെ. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു സൈഡ് മൊത്തം നമ്മൾ അഗ്ലോണിമീന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 11-12 വെറൈറ്റി അഗ്ലോണിമ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കളക്ഷനിലുണ്ട്. അപ്പം അത് മൊത്തം ഇങ്ങനെ ഒരു സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അഗ്ലോണിമ. ഇത് കലാത്തിയര ഒരു സെക്ഷനാണ്. കലാത്തിയര അധികം കളക്ഷനൊന്നുമില്ല, എന്നാലും കുറച്ച് ഒരു 5-6 വെറൈറ്റി കലാത്തിയ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. വെയിൽ കൊണ്ടാണ് ഇത് കണ്ട ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ട് കാർപോർച്ചിലാണ് വെച്ചിരിക്കുന്നത്. എന്നാലും ചില സമയത്ത് ഭയങ്കരമായി വെയിലടിക്കും. അപ്പം അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞ് ചുരുണ്ട് നിൽക്കുന്നുണ്ട് വെയിലടിച്ചിട്ടേ. ഡയറക്റ്റ് വെയിലൊന്നല്ല, സൈഡിൽ നിന്ന് വരുന്ന വെയിൽ തട്ടിയിട്ടും അതങ്ങനെ ചുരുണ്ട് പോണ് ഇലകളൊക്കെ. ഇതൊക്കെ കലാത്തിയാര ഒരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ. ഇതൊരു മിനിയേച്ചർ ടൈപ്പ് കലാത്തീന്, അധികം ഹൈറ്റ് വയ്ക്കാത്ത ടൈപ്പ്. ഇത് ഡൈഫൻ ബാഞ്ചിയാര കുറച്ച് കളക്ഷൻ ഉണ്ട്. ഡൈഫൻ ബാഞ്ചിയും ഒരു സൈഡിൽ മൊത്തം നമ്മൾ ഡൈഫൻ ബാഞ്ചിന് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനും അധികം വെയിൽ കൊള്ളാൻ പറ്റില്ല. ഡയറക്റ്റ് വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ ഭംഗിയൊക്കെ പോവും. ഇലകൾ കരിഞ്ഞ് പഴുത്ത് പോവും. അപ്പോൾ ആ ഭംഗി പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഇലച്ചെടികൾക്ക് കാണാനൊരു സുഖം ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് വെയിലില്ലാത്ത സ്ഥലത്താണ് ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ ആന്തോറിയം ക്രിസ്റ്റലിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. മാർക്കറ്റിൽ കുറച്ച് വിലയുള്ള ഒരു ചെടിയും കൂടിയാണ് ഇത് ആന്തോറിയം ക്രിസ്റ്റലിയം. ആന്തോറിയം പോലെ തന്നെ ഇതിൽ ചെറുതായിട്ട് ഒരു പൂവും വരും കേട്ടോ. പൂ കാണാൻ അത്ര ഭംഗിയില്ല, ഇതിൻ്റെ ഇലയിന് ഭംഗി. ഇതാണ് ഇതിൻ്റെ പൂവ് കണ്ട വരുന്നത്. ആന്തോറിയത്തിൻ്റെ പൂ വരുന്ന പോലെ മേലേക്ക് വന്നിട്ട് വരും, പക്ഷെ പൂവ് അത്രയ്ക്ക് ഭംഗിയില്ല. ഇതിൻ്റെ ഇല കാണാനാണ് നല്ല ഭംഗിയിട്ടാ കണ്ട. അപ്പോൾ ഇതിനും അധികം വെയിൽ പറ്റാത്തൊരു ചെടീന്. അടുത്തത് ഓർക്കിഡിൻ്റെ സെക്ഷനാണ്. കൂടുതലും എൻ്റെ ഡാൻഡ്രോബിയം ഓർക്കിഡാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പൂക്കൾ ഇപ്പോൾ കുറച്ച് കുറവാണ്. കുറേ പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂക്കളൊക്കെ കഴിഞ്ഞ് ആദ്യം മുട്ടുകളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ. ഈ ഒരു മഞ്ഞ പൂവ് ബാസ്ക്കറ്റ് വാൻറ്റീന് അത് പൂത്ത് നിൽക്കുന്നുണ്ട്. ബാസ്ക്കറ്റ് വാൻറ്റ ഡാൻഡ്രോബിയത്തിലൊക്കെ പൂക്കളൊക്കെ ഭയങ്കര കുറവായി. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഇതിൽ നിറയെ പൂക്കളായിരുന്നു. ഡാൻസിങ് ഗേള്. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുഴുവൻ ഓർക്കിഡാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേപോലത്തെ ചെടികൾ ഒന്നിച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തെ ഭംഗിന് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇത് എൻ്റെ താമരേര കളക്ഷന് ഒരു ഏരിയ മൊത്തം താമരയിന് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 10-40 വെറൈറ്റി ആമ്പലും താമരയും കൂടി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പം പൂക്കൾ കുറച്ച് കുറവാണ്. ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട്
അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇവരൊക്കെ ആകെ ഇത് ക്ഷീണത്തിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്ത് കഴിയുമ്പോഴാണ് ഉഷാറായി വരുന്നത്. ഇപ്പോൾ ഇനി ഒരു 2 ആഴ്ച കഴിയണം ഇനി ആദ്യം ഇതിൽ പൂക്കളൊക്കെ വന്ന് തുടങ്ങണമെങ്കിൽ. ഇത് ബുൾസായി എന്ന് പറയുന്നൊരു ആമ്പലാണ്, നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആമ്പലാണ് അത്. ഇപ്പോൾ മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ ഇപ്പോൾ ആമ്പലിലും താമരയിലൊക്കെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിറയെ പൂവിടേണ്ട സമയമാണ്. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് കറക്റ്റായിട്ട് വളങ്ങൾ വെക്കാൻ പറ്റാഞ്ഞ കാരണേ. ഇത് വൈറ്റ് പിയോണി എന്ന് പറയുന്ന ഒരു താമരീന് കേട്ടോ. നല്ല പ്യുവർ വൈറ്റൂണ്, ഒരുവിധം വലിപ്പമുള്ള പൂവാണ്, കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ്. ട്രോപ്പിക്കൽ വെറൈറ്റീന് വൈറ്റ് പിയോണി എപ്പോഴും അതിൽ പൂക്കൾ തരുന്ന ഒരു താമരീന്. ഇത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വെറൈറ്റി താമരീന്. ഇതിൽ 2 മൊട്ടുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇത് പിങ്ക് ക്ലൗഡാണ്. ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഉള്ള താമരീന് ഇത് പിങ്ക് ക്ലൗഡ്. പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു താമരീന്. ഇവിടെ നമ്മൾ ആന്തോറിയത്തിൻ്റെ സെക്ഷനാണ്. സ്റ്റാൻഡ് ഉണ്ടാക്കി സ്റ്റാൻഡിലാണ് കേട്ടോ ഈ ആന്തോറിയൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. മിനിയേച്ചർ ടൈപ്പ് അധികമൊന്നുമില്ല. മിനിയേച്ചർ ടൈപ്പ് 2 കളറുള്ളൂ, ഒന്ന് വൈറ്റും ഒന്ന് പർപ്പിൾ കളറും. അതിലിപ്പോൾ പൂവില്ല. സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിന്. പിന്നെ അതിങ്ങനെ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കും. നമുക്ക് അതിൻ്റെ അടിയിൽ വീഴുന്ന ഇലകളും ഇതൊക്കെ വൃത്തിയാക്കാനും നല്ല എളുപ്പമാണ് സ്റ്റാൻഡ് ഉണ്ടാക്കി ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു സൈഡ് മൊത്തം ആന്തോറിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ട ആന്തോറിയത്തിന് അധികം വെയിൽ പാടില്ല, അതുകൊണ്ടാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ സെക്ഷന്. ഗ്രൗണ്ട് ഓർക്കിഡിന് വെയിൽ കൂടിയിട്ടാണോ എന്നറിയില്ല, ഇതിൻ്റെ ഇലകളൊക്കെ കുറേശ്ശെ കരിയുന്നുണ്ട്. ഇവിടെ കുറച്ച് വെയിൽ വരുന്ന സ്ഥലമായതുകൊണ്ട് ഇലകൾ കരിഞ്ഞു പോകുന്നുണ്ട്. ഇത് പിന്നെ സിങ്കോണിയത്തിൻ്റെ ഒരു കളക്ഷനാണ്. 4 ടൈപ്പ് സിങ്കോണിയാണ് ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. 4 വെറൈറ്റി കണ്ട, പിങ്ക്, ഗ്രീൻ, യെല്ലോ കളറ്, വേറെ 4 ഷെയ്ഡിലുള്ള സിങ്കോണിയാണ് നമ്മളിവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനും അധികം വെയിൽ വേണ്ടാത്ത കാരണമാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഷെയ്ഡിൽ. ഒരു സെമി ഷെയ്ഡാകുമ്പോൾ ഇത് നല്ല ഭംഗിയിൽ വളർന്നു വരും. ഈ സിങ്കോണിയൊക്കെ പടർന്ന് കയറണുള്ളൂ. ഇപ്പോൾ ചെറിയ ചെടികളാണ്. പിന്നെ ഇവിടെ നായ്ക്കുടീൻ്റെ മേലെ നമ്മൾ മൊത്തം ബോഗൺവില്ലീന് വെച്ച് കൊടുത്തിരിക്കുന്നത്. ബോഗൺവില്ലയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10-30 ചട്ടി ബോഗൺവില്ല എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ അധിക ഉയരം വയ്ക്കാത്ത ടൈപ്പ് ബോഗൺവില്ലയ്ക്കിന് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ടെറസിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇതിന് ചൈനീസ് മത്സ്യത്തിൻ്റെ ഒരു കളക്ഷൻ. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരേപോലത്തെ ചെടികൾ ഒന്നിച്ച് വെക്കുമ്പോഴുള്ള ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. ചൈനീസ് മത്സ്യം എൻ്റെ കയ്യിൽ സിംഗിൾ പെറ്റൽ മാത്രമുള്ളൂ, ഡബിൾ പെറ്റലില്ല. കുറേ കളറ് ചൈനീസ് മത്സ്യം ഒന്നിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇത്. അപ്പം അതിങ്ങനെ വെക്കുമ്പോൾ വേറൊരു ഭംഗിന് നമുക്ക് കാണാൻ പറ്റുക. ഇതുപോലെ നമ്മൾ ഒരേ വെറൈറ്റി ചെടികൾ ഒന്നിച്ചിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ചായ തന്നെ മാറും. അപ്പോൾ അതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ചെടികൾ 5-10 ചട്ടി വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു 10 കളറോളം ചൈനീസ് മത്സ്യം എൻ്റെ കയ്യിലുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡെലിക്കേറ്റ് പ്ലാന്റാണ്. പെട്ടെന്ന് നശിക്കുകയും ചെയ്യും. അതുപോലെ വെയിലധികം പറ്റില്ല, വെള്ളം അധികം പറ്റില്ല. അങ്ങനത്തെ ഒരു ചെടിയാണ് ഈ ചൈനീസ് മത്സ്യം. നമ്മൾ ഒരുപാട് കെയർ കൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ്. ഇപ്പോൾ വളം തന്നെ ഇപ്പോൾ ചാണകപ്പൊടി എന്തെങ്കിലും ഇത്തിരി കൂടിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതപ്പം നശിച്ചു പോകും. ഇതേ ടയറിൽ നമ്മൾ 2-3 ടയറിലായിട്ട് ഈ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഈ ചെടി അൽച്ചെടി ആയാലും നല്ല ഭംഗിന് കാണാൻ. റിബൺ ഗ്രാസ് എന്നാ എന്തോന്ന് ഇതിൻ്റെ പേര് കേട്ടോ, കറക്റ്റ് എനിക്ക് അറിയില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിന്. ഇത് നല്ല തിങ്ങി വരുമ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ടയറിലാണ് ഇത് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.